അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ ക്യൂസ്പോട്ടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നാം വിശുദ്ധ ഖുർആനിലെ 96-ാമത്തെ അധ്യായമായ സൂറത്തുൽ അലഖാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂറത്തുൽ അലഖിലെ 8 സൂക്തങ്ങളുടെ ആശയങ്ങളാണ് നാം ഗ്രഹിച്ചത്. അള്ളാഹുവിൽ നിന്നുള്ള അറിവ് നേടിയവരും എന്നാൽ അറിവ് നേടാതെ ധിക്കാരം പ്രവർത്തിച്ചവരും, ഇങ്ങനെ 2 വിഭാഗം ആളുകളെ നമുക്കിവിടെ പരിചയപ്പെടാൻ കഴിഞ്ഞു. അഥവാ അള്ളാഹു ആണ് അറിവിൻ്റെ ഉറവിടം, അതിനാൽ അവനെ മുൻനിർത്തി വായിക്കുക എന്ന് അള്ളാഹു ആദ്യ ഭാഗത്ത് ആഹ്വാനം ചെയ്തു. പിന്നീട് അള്ളാഹുവെ ധിക്കരിച്ച് ജീവിക്കുന്ന ആളുകൾ സ്വയം പര്യാപ്തത നടിച്ചുകൊണ്ട് നാളെ പരലോകത്ത് എത്തുമ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരാകും എന്നുള്ള താക്കീതാണ് അള്ളാഹു നൽകിയത്. ഇനി അടുത്ത ആയത്തുകളിൽ 9 മുതൽ 14 വരെ 6 ആയത്തുകളിലായിട്ട് മക്കയിൽ നടക്കുന്ന ഒരു സംഭവത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് അള്ളാഹു. നമുക്ക് ആയത്തുകൾ ഓതിയിട്ട് വിശദീകരിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ അറഅയ്ത ഇൻ കാന അലൽ ഹുദാ ഔ അമറ ബിത്തഖ്വാ أرأيت إن كذب وتولى ألم يعلم بأن الله يرى. അല്ലാഹു തആല നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഒരു സംഭവത്തിലേക്ക്. അറഅയ്തല്ലദീ യൻഹ. അറഅയ്ത എന്ന് തുടങ്ങുന്ന ഒരു സൂറ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? സൂറത്തുൽ മാഊൻ. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. ആ ചോദ്യമാണ്, ആണോ? റഅ കണ്ടു, റഅയ്ത നീ കണ്ടു. ആ റഅയ്ത നീ കണ്ടുവോ? അല്ലദീ ഒരാളെ, യൻഹ നഹ യൻഹ തടഞ്ഞു എന്നാണ്. ആ റഅയ്തല്ലദീ യൻഹ തടയുന്നവനെ നീ കണ്ടുവോ? ആരെ തടഞ്ഞത്? അബ്ദൻ ഒരു ദാസനെ. ഇതാ ആയാൽ അപ്പോൾ, സ്വല്ല അവൻ നമസ്കരിച്ചു. നമസ്കരിക്കുന്ന ദാസനെ തടയുന്നവനെ നീ കണ്ടുവോ എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. അറഅയ്തല്ലദീ യൻഹ അബ്ദൻ ഇദാ സ്വല്ല. എന്തായിരിക്കും സംഭവം? നാം ആമുഖത്തിൽ സൂചിപ്പിച്ചിരുന്നില്ലേ? ഈ സൂറയുടെ 2-ാമത്തെ ഭാഗം, അതിലാണ് ഈ സംഭവം വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വം ലഭിച്ച് അങ്ങനെ സമൂഹത്തിലേക്ക് ഇറങ്ങാൻ പോകുന്ന ഘട്ടത്തിൽ മക്കയിൽ മസ്ജിദുൽ ഹറമിൽ ചെന്ന് നമസ്കരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ നമസ്കരിക്കുന്ന വേളയിൽ അബൂജഹൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തടയാൻ ശ്രമിക്കുകയാണ്. അബൂജഹൽ തൻ്റെ കൂട്ടുകാരോട് പലപ്പോഴും പറഞ്ഞിരുന്നു, മുഹമ്മദ് എങ്ങാനും ഇവിടെ ഈ മണ്ണിൽ നെറ്റിമുട്ടിച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ടാൽ, നമസ്കരിക്കുന്നത് കണ്ടാൽ അവൻ്റെ മുഖം ഞാൻ മണ്ണിലുരച്ച് ഇല്ലാതാക്കി കളയും എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേ? അത്രയും ഗുരുതരമായ വെല്ലുവിളിയാണ് നടത്തിയത്. ആ അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമ്പോൾ ഒട്ടകത്തിൻ്റെ കുടൽമാല അവിടുത്തെ കഴുത്തിൽ കൊണ്ടുവന്ന് ചാർത്തിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. പൊന്നാരം മകള് ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ് അതിൽ നിന്ന് റസൂലുള്ളാഹിനെ രക്ഷപ്പെടുത്തുന്നത് അല്ലേ? ആ സംഭവത്തിലേക്കാണ് അള്ളാഹു ഇവിടെ വിരൽ ചൂണ്ടുന്നത്. കണ്ടില്ലേ, തൻ്റെ ദാസൻ നമസ്കരിക്കുമ്പോൾ ആ ദാസനെ തടയുന്നവനെ നീ കണ്ടുവോ എന്ന് ചോദിക്കുകയാണ്. ഇവിടെ നീ ആരായിരിക്കും? ഒന്നാമത് റസൂൽ തന്നെയാണ്. പിന്നെ വായനക്കാരായ നമ്മൾ ഓരോരുത്തരാണ്. ഈ സംഭവം നമുക്കൊക്കെ അറിയാലോ. അന്ന് അതിന് സാക്ഷികളായവരോട് ലൈവായിട്ട് അല്ലാഹു തആല ഇതിനെക്കുറിച്ച് പറയാണ്. നമ്മളും ചരിത്രം മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കും അറിയാം. അറഅയ്തല്ലദീ യൻഹ തടയുന്നവനെ നീ കണ്ടുവോ? അബ്ദൻ ഇദാ സ്വല്ല
ദാസൻ നമസ്കരിക്കുമ്പോൾ. അപ്പോൾ അവിടെ അബ്ദ് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്താ അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബ്ദ്, അടിമ അല്ലെങ്കിൽ ദാസൻ എന്ന് വിളിച്ചത്? അത് ഇഷ്ടം കൊണ്ട് വിളിക്കുന്നതാണ് അല്ലേ? നമ്മളെപ്പോഴാണ് ദാസൻ എന്ന് വിളിക്കുമ്പോൾ, അടിമ എന്ന് വിളിക്കുമ്പോൾ അത് മോശമായിട്ട് കാണുന്ന എപ്പോഴാണ്? നമ്മൾ ഒരു മനുഷ്യൻ്റെ അടിമയാകുമ്പോൾ, അടിമയുടെ അടിമയാകുമ്പോഴാണ് അങ്ങനെ മനസ്സിലാക്കുക. അതേ സമയത്ത് അള്ളാഹുവിൻ്റെ അടിമയാവുക എന്നത് വലിയൊരു പദവിയാണ് അല്ലേ? അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇങ്ങനെയുള്ള സന്തോഷകരമായ അനുഭവങ്ങൾ നൽകുമ്പോൾ അബ്ദ് എന്ന് വിളിക്കുന്നുണ്ട്. ഇസ്രാ സംഭവമില്ലേ, മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്ക് രാത്രിയിൽ കൊണ്ടുപോയ സംഭവം, അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഖുർആൻ കൊടുത്തപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞില്ലേ, അൽഹംദുലില്ലാ അല്ലദി അൻസല അല അബ്ദിഹിൽ കിതാബ് എന്ന് പറഞ്ഞു. ഇവിടെ സങ്കടകരമായ ഒരു സാഹചര്യത്തിൽ അള്ളാഹു റസൂലിനെ ചേർത്ത് പിടിച്ചിട്ട് തൻ്റെ ദാസൻ നമസ്കരിക്കുമ്പോൾ തടയുന്നവനെ നീ കണ്ടുവോ എന്ന് ചോദിക്കാൻ അള്ളാഹു ചേർത്ത് പിടിക്കണം. ആ ഒരു ആത്മബന്ധമാണ് അവിടെ ഉള്ളതെന്ന് മനസ്സിലാക്കണം. അബ്ദൻ ഇദാ സ്വല്ല. ശരിക്കും എന്താ അവിടെ സംഭവിച്ചത്? ഒരാളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്, മൗലികമായ അവകാശങ്ങൾപ്പെട്ടാണ് വിശ്വാസ സ്വാതന്ത്ര്യം, ആരാധനാ സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം. നമ്മുടെ നമുക്ക് നമ്മുടെ ഭരണഘടന നമുക്ക് വകവച്ച് തന്നിട്ടുള്ള വലിയൊരു അവകാശമാണത് അല്ലേ? പക്ഷേ നമ്മുടെ നാട്ടിൽ പോലും നിസ്കരിക്കുന്ന ആൾക്കാരെ തടയുന്നു, ആൾക്കൂട്ട കൊല നടക്കുന്നു, പള്ളികൾ തകർത്ത് കളയുന്നു അല്ലേ? ഇതേ ചോദ്യം ചോദിക്കേണ്ടി വരും. അറഅയ്തല്ലദി യൻഹ അബ്ദൻ ഇദാ സ്വല്ല. അതിനാൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആരും നിഷേധിക്കാൻ പാടില്ല എന്ന പാഠമാണ് ഇവിടെ അള്ളാഹു നൽകുന്നത്. എന്നിട്ട് ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വെച്ച് നമ്മോട് ജഡ്ജ്മെൻറ്റ് നടത്താൻ വേണ്ടി പറയാണ്. അറഅയ്ത ഇൻ കാന അലൽ ഹുദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ തടഞ്ഞത്? അറഅയ്ത, നീ ആലോചിച്ചിട്ടുണ്ടോ? നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇൻ കാന, അദ്ദേഹം ആണെങ്കിൽ, റസൂൽ ആണെങ്കിൽ, അലൽ ഹുദ, സന്മാർഗത്തിൽ സഞ്ചരിക്കുന്ന, നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഔ, അല്ലെങ്കിൽ അമറ, അദ്ദേഹം കൽപ്പിക്കുന്നു, ബിത്തഖ്വ, ഭക്തി, വിശുദ്ധി, ദൈവഭയം കൽപ്പിക്കുന്ന ആളല്ലേ റസൂല്? എന്ത് തെറ്റാണ് റസൂൽ ചെയ്തത്? ഒരു തെറ്റും ചെയ്തില്ല. അങ്ങനെയുള്ള റസൂലിനെ തടയേണ്ട വല്ല കാര്യമുണ്ടോ? നിനക്കെന്ത് തോന്നുന്നു? അറഅയ്ത. എന്നിട്ട് അള്ളാഹു മറുവശത്ത് അബൂജഹലിനെ കുറിച്ച് പറയാണ്, അറഅയ്ത ഇൻ കദ്ദബ വതവല്ല. അറഅയ്ത, നീ ആലോചിച്ച് നോക്ക്, നീ ചിന്തിച്ചിട്ടുണ്ടോ? ഇൻ കദ്ദബ, അവൻ കളവാക്കുന്നുവെങ്കിൽ, വതവല്ല, പിന്തിരിഞ്ഞു പോവുകയുമാണെങ്കിൽ. സത്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുക, സത്യത്തെ കളവാക്കുക, ഇത് രണ്ടുമായിരുന്നല്ലോ അബൂജഹൽ ചെയ്തുകൊണ്ടിരുന്നത്. അറഅയ്ത ഇൻ കദ്ദബ വതവല്ല. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട് ഒരു ചോദ്യം, അലം യഅലം ബി അന്നല്ലാഹ യറ. അലം, ഇല്ലയോ, അലം യഅലം, അവൻ അറിഞ്ഞിട്ടില്ലേ, ബി അന്നല്ലാഹ്, നിശ്ചയം അള്ളാഹു, യറ, എല്ലാം കാണുന്നു എന്ന കാര്യം ഇവന് അറിയില്ലേ? അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. അപ്പോൾ ഈ 6 ആയത്തുകളിലൂടെ അള്ളാഹു ഖുർആനിനെ വായിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് മുമ്പിലേക്ക് ഈ വിഷയത്തെ ഇട്ട് തരാൻ. നമ്മളിതിൻ്റെ ദൃക്സാക്ഷിയാണെന്ന് കരുതാം. ഈ സംഭവത്തിന് നേരിട്ട് നമ്മൾ ലൈവായിട്ട് ആ സംഭവം കാണുകയാണ്. റസൂൽ നമസ്കരിക്കുന്നു, സുജൂദിൽ പോകുമ്പോൾ ഒട്ടകത്തിൻ്റെ കുടൽമാല കഴുത്തിൽ കൊണ്ടുവന്ന് അണിയിക്കാൻ. ആര്? അബൂജഹൽ. അപ്പോൾ നമ്മുടെ മനസ്സിൽ 2 ചിത്രം വരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ജീവിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? ഏറ്റവും വിശുദ്ധമായ ജീവിതമാണ്, ഹിദായത്തിൻ്റെ, സന്മാർഗത്തിൻ്റെ വഴിയിലൂടെ ജീവിക്കുകയാണ്. ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാത്ത, നന്മ മാത്രം ചെയ്യുന്ന മഹാവ്യക്തിത്വമായിട്ടാണ് ജീവിക്കുന്നത് അല്ലേ? അതല്ലേ ഖദീജ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞില്ലേ? അന്ന് സമ്മിലൂനി പറഞ്ഞുകൊണ്ട് ഖദീജ ബീവിയുടെ അടുക്കലേക്ക് ഹിറാ ഗുഹയിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിക്കതച്ച് വന്നില്ലേ? അങ്ങനെ പുതപ്പിട്ട് മൂടി കിടക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സങ്കടപ്പെടുന്നുണ്ട്, വല്ലാതെ അസ്വസ്ഥനായിട്ട്. ഞാൻ മരിക്കാൻ പോവാണെന്ന് തോന്നുന്നു, എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ പറഞ്ഞില്ലേ, ഇല്ല, താങ്കൾ നല്ല ആളാണ്, കുടുംബത്തെ നന്നായിട്ട് പരിപാലിക്കുന്ന ആളാണ്, സത്യസന്ധനാണ്, പരോപകാരിയാണ്, അതുകൊണ്ട് ഒരു പ്രയാസം ഉണ്ടാവില്ല. ആരാ പറഞ്ഞത്? 15 കൊല്ലമായിട്ട് കൂടെ ജീവിക്കുന്ന
ഭാര്യയായ ഖദീജ റളിയല്ലാഹു അൻഹ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞാണത് അല്ലേ. അത്രയും നല്ല ജീവിതമാണ്. അതാണ് ഇൻ കാന അലൽ ഹുദ ഔ അമറ ബിത്തഖ്വ. റസൂൽ ആളുകളോട് എന്താ കൽപ്പിക്കുന്നത്? നല്ല ജീവിതം നയിക്കാനാണ് അല്ലേ. അല്ലാതെ ആളുകളെ ചീത്ത വിളിക്കോ എന്തെങ്കിലുമൊക്കെ കുറ്റം പറയുമോ ഒന്നും അല്ലല്ലോ. മറിച്ച് നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കണം, നല്ല ജീവിതം നയിക്കണം, അവനാണ് നമ്മുടെ സൃഷ്ടാവ് എന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് അമറ ബിത്തഖ്വ. അതിനാൽ ആ റസൂലാണോ ഉത്തമൻ? അതല്ല അറഅയ്ത ഇൻ കദ്ദബ വതവല്ല, സത്യത്തെ കളവാക്കി നന്മയിൽ നിന്ന് പിന്തിരിഞ്ഞ് പിറകോട്ട് പോകുന്ന അബൂജഹലാണോ ഉത്തമൻ? ആലോചിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു നമ്മുടെ മുമ്പിലേക്ക് ഇട്ടു തരാണ്. ഈ വിഷയത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ജഡ്ജ്മെൻറ്റ് നടത്തുക? അത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. നന്മയുടെ പക്ഷത്ത് ഉറച്ചു നിന്ന് ഒരു നിലപാട് സ്വീകരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ചിലർക്കത് വേദനയാകും, നമുക്ക് ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടായെന്നിരിക്കും അല്ലേ. പക്ഷേ അങ്ങനെ ഈ വിഷയത്തിൽ നിങ്ങൾ എന്ത് നിലപാടെടുക്കും? തീർച്ചയായും റസൂലുള്ളാഹിൻ്റെ കൂടെ ആയിരിക്കും എന്ന കാര്യം ഉറപ്പാണ്. കാരണം അബൂജഹൽ തിന്മ ചെയ്യുന്നു, ആളുകളോട് അനീതി ചെയ്തുകൊണ്ടിരിക്കുന്നു, ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു, സത്യത്തിൽ നിന്ന് പിന്തിരിയുന്നു, മറ്റുള്ളവരെ പിന്തിരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് ഇൻ കദ്ദബ വതവല്ല എന്ന് പറഞ്ഞത്. എന്നിട്ട് അള്ളാഹുവിൻ്റെ ചോദ്യം, അലം യഅലം ബി അന്നല്ലാഹ യറ. അള്ളാഹു ഇതെല്ലാം കാണുന്നുണ്ട് എന്ന വിചാരമൊന്നും ഇയാൾക്കില്ലേ എന്ന് അള്ളാഹു താല ചേർത്ത് പറയാൻ. നേരത്തെ വന്നില്ലേ, ഇന്ന ഇലാ റബ്ബിക റുജ, നിൻ്റെ റബ്ബിലേക്കാണ് മടക്കം എന്ന് പറഞ്ഞില്ലേ. അതേ ഉദ്ദേശത്തിലാണ് ഇവിടെ അലം യഅലം ബി അന്നല്ലാഹ യറ. അള്ളാഹു എല്ലാം കാണുന്നുണ്ട് എന്നറിയില്ല എന്ന് ചോദിച്ചാൽ അവൻ രേഖപ്പെടുത്തുന്നുണ്ട്. നാളെ പരലോകത്തെത്തുമ്പോൾ ഇതേ സംഭവം അള്ളാഹു ഫ്ലാഷ് ബാക്കായിട്ട് കാണിക്കും അല്ലേ. എന്നിട്ട് ആരാണ് തെറ്റ് ചെയ്തത് എന്ന് ബോധ്യപ്പെടുത്തും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അബൂജഹൽ ശിക്ഷിക്കപ്പെടും. ഇങ്ങനെയൊരു നാൾ വരും എന്നതിനെക്കുറിച്ച് അബൂലഹബിന് യാതൊരു വിചാരവുമില്ലേ എന്ന് അള്ളാഹു പരലോക ബോധത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ സത്യവും അസത്യവും തമ്മിൽ സംഘട്ടനങ്ങൾ ഉണ്ടാകുമ്പോൾ സത്യത്തിൻ്റെ പക്ഷത്ത് നിലയുറപ്പിക്കാൻ സാധിക്കുക എന്നത് വളരെ പ്രധാനമാണ്, നമ്മുടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് പ്രത്യേകിച്ചും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ കാര്യങ്ങളെ കൃത്യമായി വേർതിരിച്ച് മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.